Yeah. So today we are going to see from a book called Enemies of the Heart by Angie Stanley. ഇതിനകത്ത് ചില pertinent heart issues നെ പറ്റി ഡീൽ ചെയ്തിട്ടുണ്ട്. See, when a physical heart has a problem, പല symptoms വരും. ഈ none of those symptoms may point directly to the heart. It may be ഒരു chest pain വരാം, കൈയിലോട്ട് തോളിലോട്ട് വേദന വരാം, പല symptoms ഉണ്ട്. നമുക്ക് ഇൻഡൈജഷൻ വരാം, പല പ്രശ്നങ്ങൾ വരും. ഇതൊന്നും ഹാർട്ടുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. But when we see a doctor, good family doctor will direct you to a cardiologist for more intensive checkup. അതുപോലെ നമ്മുടെ സ്പിരിച്വൽ ഹാർട്ടിലും there are so many distress signals that keep coming up. That is warning us of some danger which is happening to a spiritual heart. ആ danger signals നമ്മൾ തക്ക സമയത്ത് കണ്ടുപിടിച്ച് അത് ഡയഗ്നോസ് ചെയ്ത് അത് ആക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ഫോർ അസ്. അപ്പൊ അതിന് ഈ ഒരു ടോക്ക് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് we would like to move forward. Okay, so if the ഒരു മിനിറ്റ്. So we നമ്മുടെ സ്പിരിച്വൽ ഹാർട്ടിന് എന്തെല്ലാം പ്രോബ്ലം ഉണ്ടെങ്കിലും വി ട്രൈ ടു ബി ഗുഡ് ടു പീപ്പിൾ, വി ട്രൈ ടു ബിഹേവ് വെൽ, വി ട്രൈ അവർ ബെസ്റ്റ് ടു അവോയ്ഡ് പെയിൻ. എങ്ങനെയാ നമ്മൾ ഔട്ട്വേർഡ്ലി വി ഷോ ഗുഡ് ബിഹേവിയർ, വി ഷോ ദാറ്റ് നത്തിങ് ഇസ് റോങ്. അങ്ങനെ ബിഹേവ് ചെയ്ത് പ്രിറ്റൻഡ് ചെയ്ത് നമ്മൾ കുറെ നാൾ ജീവിക്കാറുണ്ട്. ബട്ട് ആർക്കും മനസ്സിലാവത്തില്ല, നമ്മുടെ ഇന്നർ ഹാർട്ടിന്റെ കണ്ടീഷൻ ആർക്കും മനസ്സിലാകാതെ പ്രിറ്റൻഡ് ചെയ്ത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ബട്ട് ഇത് കുറെ നാളെ പോയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ കുറെ ഡാമേജിങ് കോൺസിക്വൻസസ് ഇതുകൊണ്ടുണ്ടാവും. ആൻഡ് ഇവൻച്വലി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇത് റിയൽ അസ് വിൽ കം ഔട്ട്. ആ മാസ്ക് ഇല്ലാതെ നമ്മള് ഇത്രയും നാൾ മറച്ചു വെച്ചിരുന്ന സ്വഭാവങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, അൺറിസോൾവ്ഡ് കോൺഫ്ലിക്ട്സ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ചൊരു പൊട്ടിത്തെറി വരും. അപ്പം നമുക്ക് പിന്നെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനും, സോ നമ്മുടെ ഈ ഹാർട്ട് കണ്ടീഷൻസ് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ, ഈ കോൺഫ്ലിക്ട്സ് നമ്മൾ റിസോൾവ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ആക്ഷൻസ്, ബിഹേവിയേഴ്സ്, വേർഡ്സ് എല്ലാം മാറിപ്പോകാൻ തക്കണം ഇടയായിത്തീരും. മാത്യു 15:18 എന്താ പറയുന്നത്? നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് those things which proceed out of the mouth come forth from the heart and they defile the man. And what comes out of our mouth? Sometimes we say things we never meant to say. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചല്ല, പക്ഷെ ചില സമയത്ത് we are pressed to a point, we say something which we wouldn't have said otherwise. And sometimes we behave out of character. And we hurt the people that we love the most. അതും unintentional ആയിട്ട് we hurt people. And ചില ഔട്ട്ബേഴ്സ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും we excuse ourselves. It was normal, it's okay, it was justified, I am right എന്നൊരു ഫീലിംഗിൽ നമ്മൾ അതൊക്കെ ജസ്റ്റിഫൈ ചെയ്ത് വിടും. And there are so many secrets which keep in our heart which damage the heart. ഇതെല്ലാം നമുക്ക് we love to trace it back to Satan. അല്ലേ? പൈശാചിക അറ്റാക്ക് ആണെന്ന് പറയാൻ നമുക്ക് വലിയ സന്തോഷം. ബട്ട് ദ ബൈബിൾ ഡസന്റ് ട്രേസ് ഇറ്റ് ബാക്ക് ടു സേറ്റൻ. ബൈബിൾ സേസ് ഇതെല്ലാം പ്രൊസീഡ് ഫ്രം ദ ഹാർട്ട് ആൻഡ് ദേ ഡിഫൈൽ ദ മാൻ. അത് 15:19-20 പറയുന്ന for out of the heart come evil thoughts, murder, adultery, sexual immorality. ഈ ഈവിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ട് they defile us. കഴുകാത്ത കൈ കൊണ്ട് കഴിക്കുന്ന അല്ല നമ്മൾ ഡിഫൈൽ ചെയ്യുന്നത്. ബട്ട് വാട്ട് കംസ് ഔട്ട് ഓഫ് ദ മൗത്ത്, വേർ ഡസ് ഇറ്റ് സ്റ്റാർട്ട്? ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ ദ ഹാർട്ട്. Our thoughts, our actions, behavior, our evil dealings, ഇതെല്ലാം come from the heart. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ബിഹേവിയറിനെയാണ് നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നത് without concentrating on our heart. But our heart is the one which dictates every relationship that we have. ഹാർട്ടിൽ കൂടാണ് നമ്മുടെ റിലേഷൻഷിപ്സ് മാനേജ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ പ്രിപ്പയർഡ് ആയേ പറ്റൂ. കാരണം ലൈഫ് ഇസ് നോട്ട് ഓൾവേസ് കൈൻഡ്. ലൈഫ് ഇസ് നോട്ട് ഓൾവേസ് കൈൻഡ്. നമ്മൾ
നമ്മളെ മറ്റുള്ളവർ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് നമുക്ക് പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ we cannot stop bad words or hurtful words that others throw at us, but we can always monitor the effect it has on our hearts. മുമ്പുണ്ടായ ഡാമേജസ് അതൊന്ന് റിവേഴ്സ് ചെയ്യാനും നമ്മളെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും അത് നമ്മളെ സഹായിക്കും. സോ വാട്ട് ആർ ദ നെഗറ്റീവ് ഇഷ്യൂസ് ഓഫ് effects of heart issues? ഈ ഹാർട്ടിൽ പ്രോബ്ലംസ് വരുമ്പോൾ how does it affect us? See, it affects our ability to initiate and maintain relationships. We cannot start a new friendship. We cannot maintain a new friendship. Why? Because our heart is so hurt. Our heart is so much damaged because of all that happened in the past. And intimacy needs knowing and being known. If we have to be intimate with somebody, there should be no masks. ഈ മാസ്കുകൾ റിമൂവ് ചെയ്യാതെ we cannot be intimate with others. And people with secrets, they don't want to remove their masks. They want to keep the masks always. They build walls and hide behind them. They have so much to hide. They're always hiding behind walls. And അവരെ അത് കൂടുതലൊന്ന് പുഷ് ചെയ്താല്, if you try to make them come out of the hiding, they respond defensively. They attack you. They verbally assault you. They become rude to you. That's because the heart issues always take a toll on relationships. That's very important. See, the cycle keeps on repeating. The hurt that we received, we pass it on to others. So hurt people who hurt other people, So this cycle passes on because we have been the ones who were initially hurt, and we have passed it on without any judgment, without any ഒരു ബ്ലോക്കും ഇല്ലാതെ നമ്മൾ അത് മറ്റുള്ളവരിലോട്ട് പാസ് ഓൺ ചെയ്തു, ആൻഡ് അവരും അത് തന്നെ ചെയ്തു. അങ്ങനെ വരുമ്പോഴത്തേക്ക് വി ഹാവ് എ സൈക്കിൾ ഓഫ് ഹർട്ട് പീപ്പിൾ. സി, നമ്മുടെ ഫിസിക്കൽ ഹാർട്ടിന് ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് സോ മച്ച് ദാറ്റ് ക്യാൻ ബി മോണിറ്റർഡ്. കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം മോണിറ്റർ ചെയ്ത് ഇറ്റ് ക്യാൻ ബി മെഷർഡ് ഫിസിക്കലി ആൻഡ് ഇറ്റ് ക്യാൻ ബി മോണിറ്റർഡ്. ബട്ട് there are the damages which happen to a spiritual heart cannot be measured by any machine. നമ്മുടെ spiritual heart ne damage ചെയ്യുന്ന 4 enemies have been mentioned in this book. Our 4 enemies are very important. They poison our relationships, our faith and our character. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ നശിപ്പിക്കും, മനുഷ്യരോടുള്ള നമ്മുടെ ബന്ധത്തെ നശിപ്പിക്കും, നമ്മുടെ സ്വഭാവത്തെ തന്നെ നശിപ്പിക്കും. And we have to learn how to overcome these enemies of our heart. So these are the 4 enemies of our heart. Nothing very surprising, but they are guilt, anger, greed, and jealousy. And one very interesting thing about all 4 of them is they create a debt-to-debtor relationship. ഒരു കടം നമുക്ക് ഇതിനകത്തെല്ലാം കാണാൻ കഴിയും. ഒരു കടം. There is a debt to debtor, ഒരു കടവും ഒരു കടക്കാരൻ, അത് നമുക്ക് കാണാൻ കഴിയും. And this debt to debtor relationship causes imbalances in relationships. How? Let's see that. And there are only 2 ways to release these debts. Either somebody has to pay, ആരെങ്കിലും ആ കടം ഒന്ന് കൊടുത്തു തീർക്കണം, or somebody has to cancel the debt. ഒന്നുകിൽ ആ കടം കൊടുത്തു തീർക്കണം, അല്ലെങ്കിൽ ആ കടം എഴുതി തള്ളണം, വേണ്ടാന്ന് വെക്കണം, സാരമില്ലാന്ന് വെക്കണം. As long as the debt is unpaid or unforgiven, debt governs the relationship between people. Okay, so guilt, anger, greed, and jealousy act as debts which, if not paid or not forgiven, it causes imbalance in all our relationships. Let's see that. Let's see them one by one. Okay, so let's see about guilt. You know what guilt says? This person is feeling guilty about something that she did. And this person, the guilty person, always feels, I owe you. I have taken something away from you. I owe you. And so this is what is always upmost in the guilty person's heart. I owe you. And guilt is a result of മറ്റുള്ളവരിൽ നിന്ന് എന്തോ നമ്മൾ തട്ടിയെടുത്തു, നമ്മൾ ചെയ്ത എന്തോ തെറ്റ്, മറ്റൊരാളോട് റിലേഷൻഷിപ്പിനകത്ത് we have made a mistake, we have stolen something, we have taken something from another person. അതാ
ഗിൽറ്റിന്റെ കാരണം. ആൻഡ് ഗിൽറ്റ് ഉണ്ടായ സമയം, ആ തെറ്റ് വന്ന സമയത്ത് what was the concentration was not about what is wrong, but only about the pain, only about the gain. ആ കിട്ടാൻ പോകുന്ന ലാഭം മാത്രം നോക്കിയിട്ടാണ് ആ തെറ്റിലോട്ട് അന്ന് പോയത്. അന്ന് അതിനകത്ത് തെറ്റോ അതിന്റെ ഗിൽറ്റോ ഒന്നും അന്ന് വിഷയമല്ലായിരുന്നു. ആൻഡ് a time comes when the guilt is felt. കുറച്ച് നാളുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പം ഈ ഗിൽറ്റ് സ്റ്റാർട്ട്സ് നമ്മളെ കയറി അഫക്ട് ചെയ്യാൻ തുടങ്ങും. അന്നേരമാണ് ഡെറ്റ് ടു ഡെറ്റർ റിലേഷൻഷിപ്പ് വരുന്നത്. ഒരു കടവും ഒരു കടക്കാരനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് വരും. ആൻഡ് ഇംഗ്ലീഷിൽ പോലും പറയുന്നത് ഐ ഓവ് ദം ആൻ അപ്പോളജി. ദാറ്റ്സ് അഗൈൻ ഒരു കടമാണ് അവിടെയും കാണിക്കുന്നത്. ബട്ട് സാഡ് ടു സേ there are some mistakes which can never be corrected. കാലം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില തെറ്റുകളും ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴി ഐ എം സോറി, ഒരു സിൻസിയർ ഹാർട്ടിൽ നിന്നുള്ള ഐ എം സോറി മാത്രമേ ആ കടം കൊടുത്തു തീർക്കാൻ പറ്റത്തുള്ളൂ. ഐ സേ ആൻ എക്സാമ്പിൾ. ഒരു ഫാദർ ഇപ്പം ഒരു വൈഫിനെ മക്കളെയും ഇട്ടേച്ച്, imagine he has run away with some other woman. So he has stolen something from every member of his family. He doesn't realize it at that time. At that time, he was justified in what he did. He felt justified. He felt he's doing the right thing. He felt he's doing what he has to do, what he wanted to do. But he has taken away something from the wife and the children, and that something cannot be paid back even after years. Maybe after years he realized, ഒരു തെറ്റ് പറ്റിപ്പോയല്ലോ എന്ന് റിയലൈസ് ചെയ്തു. But is there any way to correct that mistake now? No. The children grew up without a father. The wife raised the children without any help from the husband. And the whole family went through so much pain, so much trouble. And the husband is actually a debtor. There is nothing that can be done to correct that mistake now. See, it might be a husband, it might be a wife, it might be a brother, it might be a sister, it might be a relative. Somebody might have done ഒരു harm നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കാണും. And after years, there is nothing that can be done to solve the mistake. But the only thing that can be done is a sincere sorry. The Bible says the borrower is slave to the lender. So as long as the debt is unpaid, guilty party is always under that debt, and nothing less than paying the debt will relieve that guilt. Adana, what people do is they try to do so many other things. Maybe churchil povuka, good deeds ചെയ്യുക, പാവങ്ങളെ സഹായിക്കുക, പല കാര്യങ്ങൾ ചെയ്തെന്നിരിക്കും. 5 പേരുടെ കല്യാണം നടത്തി കൊടുക്കാം, 5 കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഏറ്റെടുത്ത് നടത്താം, ഇതെല്ലാം ചെയ്തെന്നിരിക്കും. ബട്ട് ഇതൊന്നും ചെയ്താലും ആ ഗിൽറ്റ് റിലീവ് ആകത്തില്ല. ഗിൽറ്റ് റിലീവ് ആണെങ്കിൽ ആ ഡെറ്റ് ഹാസ് ടു ബി പെയ്ഡ് ഓർ ഇറ്റ് ഹാസ് ടു ബി ക്യാൻസൽഡ് ഫോർ ദ ഗിൽറ്റ് ടു ബി റിലീവ്ഡ്. The second enemy of the heart is you owe me, anger. ആദ്യം കണ്ടത് guilt was I owe you, I am the guilty party, I owe you. But anger says you owe me, I never deserved what I got. You have done a mistake in my life, you have done something to me which I can never forgive you. And anger nathu namukku manasilakan pattunna oru karyam, there was something which I deserved, there was something which I had to get but I didn't get it. That is the cry of an angry person. So the anger is not, it's a result of not getting something we want or we deserve to get. കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതോ കിട്ടാൻ നമുക്ക് what do you say, നമ്മൾ അർഹിക്കുന്നതോ ആയ എന്തോ നമുക്ക് ഒരിക്കലും കിട്ടിയില്ല. അതാ ഒരു ആങ്കർ. ഞാന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി ഒരു ഡോക്യുമെന്റിന് വേണ്ടി രാവിലെ തൊട്ട് വൈകിട്ട് വരെ കയറി ഇറങ്ങി, ഒരാഴ്ച നമ്മൾ കയറി ഇറങ്ങി, മേഡ് us go from one table to another table. എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം പറയാം അത് നടക്കത്തില്ല, they are not giving it. Do you say thank you sir എന്ന് ചിരിച്ചോണ്ട് ഇറങ്ങി വരൂ? I wouldn't. I would give them a piece of my mind before I walk away, right? Angry person is angry because he didn't get what he deserved. He's hurt, basically. He's a hurt person. And something has been taken from him
and somebody owes him something. There is a debt. ആ ഡെറ്റ് കാരണമാ ഇത്രയും ആങ്കർ ജീവിതത്തിൽ വരുന്നത്. സംബഡി owes him something. എന്തുവാ? മേ ബി ജസ്റ്റ് an apology. അത് മാത്രമേ ചിലപ്പം പറ്റത്തുള്ളായിരിക്കും ആഫ്റ്റർ ഇയേഴ്സ് ഓർ ചില കടങ്ങൾക്ക്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഇത്രയും പോലും റീപേ ചെയ്യാൻ ആരും റെഡി ആകത്തില്ല. അത് വരുമ്പോൾ ദാറ്റ് ആങ്കർ ഇസ് ഓൾവേസ് ദർ. The opportunity to make things right കഴിഞ്ഞു പോയി, but the debt is still remaining as anger. And over time, ആദ്യം തുടങ്ങിയത് ആ ഒരു വ്യക്തിയോടുള്ള ആങ്കർ ആയിരുന്നു. ഒരു വ്യക്തി എന്നെ ഓവ് ചെയ്യുന്നു, ബട്ട് ഓവർ ടൈം ആ ഡെറ്റ് റീപേ ചെയ്യാതെ കിടക്കുന്നിടത്തോളം ആ വ്യക്തിയുടെ മനസ്സിൽ ഇംപ്രിന്റ് ആകുന്ന എവറിബഡി ഓവ്സ് മീ, the whole world is against me. ആർക്കും എന്നെ കരുതലില്ല, ആരും എനിക്ക് ഡിസേർവ് ചെയ്യുന്ന തരുന്നില്ല, എവറിബഡി ഓവ്സ് മീ എന്ന് പറഞ്ഞ ദാറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് ഹിസ് ക്യാരക്ടർ ഇറ്റ്സെൽഫ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ സ്വഭാവം ഏറ്റെടുക്കും. ആൻഡ് nothing that others do can please them. കാരണം അവരല്ല ഈ കടം കൊടുത്ത് തീർക്കേണ്ടത്. അവരോട് ക്ലോസസ്റ്റ് ആയിട്ടുള്ളവര് they keep on trying whatever they can ആ കടം കൊടുക്കാൻ, അവരെ ഒന്ന് സമാധാനിപ്പിക്കും. ബട്ട് നോ, അവരാരെന്ത് ചെയ്താലും ഈ കടം കൊടുത്തു തീർക്കുക. ആൻഡ് അൺഡിസേർവിംഗ് പീപ്പിൾ ആണ് ഇവരുടെ ആങ്കർ പലപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് ലൈക്ക് ഗിൽറ്റ്, anger also alienates us from people. We are not able to get into proper relationships because of this anger that is in our heart. And we keep on hurting our loved ones, even though even they don't understand what is causing the anger. So unfortunately, ഇത് എന്താണ് ഇവരുടെ ആങ്കർ എന്ന് പോലും മനസ്സിലാക്കാത്ത ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഈ ആങ്കറിന്റെ ഈ ഡെറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ആൻ അൺഎൻഡിങ് പ്രോസസ്. അത് ഇത്ര കൊടുത്താൽ തീരത്തുമില്ല. തേർഡ് enemy of the heart is greed. So the first one was guilt. It said, I owe you. And the second one is anger, which said, you owe me. And greed, that's the third one. It says, I owe me. കാരണം greedy people think every good thing that comes my way belongs to me. കാരണം ഒരു സമയത്ത് maybe I couldn't give myself anything. I couldn't take care of myself. I was in a hard position at one time. But now I've come into a position where I can afford everything. So greed is not just about money. Greed is about anything that you have, any asset, any possessions that you have. And greedy people ചിന്ത മുഴുവൻ what is mine is mine. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. Nobody can take it away from me. എന്തുകൊണ്ടാ? Because they're scared. Because they're scared. They don't want anybody to take anything away from them. And see, greed-ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ greed ഉണ്ടെങ്കിൽ we can never identify it. But we can identify it in anyone else. ബാക്കി ആരിലും ആ നേച്ചർ നമുക്ക് എളുപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം greed hides under several virtues. See, greedy people are savers. Isn't saving a good thing? It's a very good thing. And they go around telling people, please save. They're savers. It's a good thing. And greedy people are often planners. And planning is a good thing too. And greedy people want to be financially secure. And that is not a sin as well. So greedy people, the greed in the people hide under so much virtues. But these are the things that you can identify in others. Greedy people talk a lot and worry a lot about money. And greedy people are not cheerful givers. If they give, you will hear it. You will hear it. There is no end to hearing about it. And greedy people are reluctant to share. They cannot share wholeheartedly. Greedy people are poor losers. അവരുടെ കയ്യിൽ നിന്ന് ഒരു നഷ്ടം വന്നു കഴിഞ്ഞാലോ അവർ ഇടിഞ്ഞു പോകും, തകർന്നു പോകും. They cannot handle it. And greedy people often create a culture of secrecy around them. അതെന്തിനാ? Nobody should know what I have. ഞാൻ ഈ കാണിക്കുന്ന മാത്രം അവരറിഞ്ഞാൽ മതി. ഇത്രമേ എൻ്റെ കയ്യിൽ ഉള്ളൂ എന്ന് they should know. And greedy people are reluctant to express gratitude. They find it very difficult. And greedy people won't let you forget what they have done for you. If they have done you any good deed, you'll hear about it. And greedy people attempt to control people with their money or assets. And as I told you, greed is not just about money. Anything can be. See, for example, you have a
guitar, which is beautiful, which is precious. What happens is you keep it inside, you keep it safe, nobody will see it, nobody will touch it. You can play. But you won't take it to a public place where somebody will ask you, can I play it? No, you don't want anybody to touch it because it's your own. But share church common you wouldn't mind others using it. But your own things, that's why it says greedy people are reluctant to share. They don't want their things to get spoiled because, see, it looks like a virtue. They take care of their things so well. They take care of it too well that they're not able to share. So it's actually socio-economic boundaries on it. There are rich greedy people and there are poor greedy people. It's not just the poor people who are greedy. There are rich people also who are greedy. And it's not a matter of finances, it's a matter of the heart. It's a heart issue. The greed emanates from the heart. But the Bible says, be on your guard against all kinds of greed. Life does not consist in an abundance of possessions. That's life importance. Money matralla, any possession for that matter, be willing to share. That's the main thing. And the fourth one is jealousy. Jealousy says, God owes me. The first one was guilt says, I owe you. Anger says, you owe me. Greed says, I owe me. But jealousy says, God owes me. When we see others have things that we lack, maybe looks, skills, opportunities, health, position, clout, what do we feel? Oh, praise God. Maybe not. We feel envy, we feel jealousy. And to whom is it actually directed? Is it against the person who possesses what we lack? But the actual thing is, we are fighting against God. Problem. Our grudge is against God. We feel God could have fixed all of this for us. God could have given me better looks. God could have given me so much. God could have given me a different everything. And we feel there is an imbalance that God could have remedied. We are not able to rely on the sovereignty of God. ആകാശത്തിലും ഭൂമിയിലും കഴിഞ്ഞ് ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അത് വിശ്വസിക്കാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് God could have done something different, but he was not willing to do it for me. He did it for others. He could have given me better opportunities, but he didn't. And jealousy doesn't come to നമ്മുടെ ദൈവമായിട്ടുള്ള ഇന്ററാക്ഷനിൽ നമ്മൾ ഇത് അറിയത്തു പോലുമില്ല. But it comes out in our interaction between friends, co-workers, or neighbors. We always complain that they are not treating us the right way, that they have a problem with us. And we don't realize or we don't acknowledge that our grudge is against God. And sad to say, what happens is, when the person we envy suffers a setback, we are secretly happy, we are secretly pleased about it. And this is a truth. There will always be someone who's richer, skinnier, more talented, better connected, or just plain luckier than you. Wherever you go in your life, you will always find somebody better than you. And the Bible says that we have to love one another. How do we do that if we are not able to deal with a jealous heart? If we are not able to handle the jealousy in our heart, we are not able to love others. And I would like to say how we can deal with each of these debts. I told two ways only it can be dealt. Either someone has to pay it up or someone has to forgive it. Someone has to cancel the debt. അപ്പോൾ ഗിൽറ്റ് എങ്ങനെയാണ് നമുക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നത്? ഗിൽറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? Guiltinatha, I told you, there is always secrecy involved. There are so many things which you never tell others, which you have to hide. And these secrets lose their power when it's exposed to light. And what is a light that exposes the secrets? It is confession. നമ്മുടെ ഹാർട്ടിന് ആ ഗിൽറ്റിന്റെ ആ ഒരു
secrecy in നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ഒരേ ഒരു കാര്യം is confession. What is confession? The Bible says 1 John 1:9, if we confess our sin, he's faithful and just and will forgive us our sins and purify us from all unrighteousness. What does it mean? Is confession just to make us feel better? It's just a feel good situation, Arno? In the dictionary, the word confession just means we admit something or acknowledge something. But the scriptures doesn't stop there. In scripture, confession is associated with change as well. We admit something, we acknowledge something, but at the same time, we go forward and change something as well. What is it? It's a process. It's the beginning of a process that ultimately leads to a change in our lifestyle or behavior. It has to come out. It has to be shown. It has to be evident to others in the way we behave, in the way we live. And confession is clearly connected with restitution, repentance, and restoration. ഞാൻ കൺഫ്യൂസ് ചെയ്തു, ഞാൻ ദൈവത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. It doesn't stop there. Whatever damages has been done, whatever can be corrected has to be corrected. Wherever you need to repent, wherever you need to ask sorry, you have to ask it in so many words. And whatever can be restored has to be restored. An open confession, if we are in a cycle of addiction, an open confession has the power to break the cycle of sin. If Satan is constantly condemning you about any sin which has happened in your life, the power to break that cycle is open confession. And we have to realize if there is a guilty past in our life, at some point in our journey, God is going to call on you to turn and take responsibility for your past. നമ്മുടെ ദൈവം സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയുന്ന ദൈവമല്ല. Somewhere at some point we have to take responsibility of what has happened. Unresolved relationships, debts, neglected debts, never made apologies, ഇതൊക്കെ God will eventually lead us to own up and resolve. നമ്മൾ അത് വിട്ടുകളഞ്ഞു, നമ്മൾ അത് മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് ദൈവം വിടത്തില്ല. എങ്ങനെയാ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? Through that nagging, undeniable, irritating sense of guilt that follows you around. എന്ത് ചെയ്താലും നമ്മുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും വരുന്ന ആ ഒരു ഗിൽറ്റി ഫീലിംഗ്, ആ ഒരു എത്ര പ്രാർത്ഥിച്ചാലും എത്ര നന്മ ചെയ്താലും എത്ര മറ്റുള്ളവരെ സഹായിച്ചാലും ഒന്നും പോകാത്ത ആ ഒരു ഗിൽറ്റി ഫീലിംഗ്, അത് മാറാനുള്ള ഒറ്റ വഴി is resolve what has happened. Go back to the past, make corrections, make restitutions, and confess with your words. Sometimes it may be just a simple I am sorry, but be ready to do that. And how do you confront anger in your life? The only remedy for anger is forgiveness. Just like guilt, there are two ways of canceling a debt. One is somebody has to pay it up, and that was for confession, or somebody has to cancel it. That is forgiveness. Chala anger നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് an unintentional hurt കൊണ്ടുണ്ടായതാണ്. ആരും മനഃപൂർവ്വം നമ്മളെ നോവിച്ചതല്ല. ചില സാഹചര്യങ്ങൾ അങ്ങനെ അങ്ങ് വന്നുപോയി. ചിലപ്പോ ആരും ചിന്തിക്കാതെ വിചാരിക്കാതെ ഒരു ഹേർട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു. ആരും ഇന്റൻഷണൽ ആയിട്ട് ചെയ്തതല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ആ അൺറിസോൾവ്ഡ് ആങ്കർ നമ്മൾ വെച്ചുകൊണ്ടിരുന്നാല് ഇറ്റ്സ് മോസ്റ്റ് ഡെവാസ്റ്റേറ്റിംഗ്. അതുകൊണ്ട് നമുക്കൊരു ഗുണവും ഉണ്ടാവില്ല. Bible says, get rid of all bitterness, rage and anger, brawling and slander, along with every form of malice. Bible പറയുന്നത് നമ്മൾ അത് വിട്ടുകളയുക എന്നുള്ളതാണ്. Be kind and compassionate to one another, forgiving each other just as in Christ God forgave you. നമ്മളും forgiveness ലഭിച്ചവരാണ്. Even when we didn't deserve forgiveness, Christ died on the cross to forgive us. But simply put, forgiveness is a decision to cancel a debt. Confession was a decision to pay up a debt, but forgiveness is the decision to cancel a debt. We are the victims, we are the hurt party, and we decide to cancel our debt by forgiveness. And the truth is, when we forgive or when we cancel the debt somebody owes towards us, we are the ones who are being set free.
ഇത്രയും നാള് നമ്മൾ ഇരുന്ന ആ ഒരു പ്രിസണിനകത്തു നമ്മൾ തന്നെ പൂട്ടി താക്കോലെടുത്ത് അകത്ത് വെച്ചുകൊണ്ട് നമ്മൾ തന്നെ ഇരുന്ന ആ പ്രിസണിൽ നിന്ന് വി ആർ സെറ്റ് ഫ്രീ വെൻ വി ക്യാൻസൽ our debts. ആൻഡ് ക്രോസിന്റെ വെച്ച് തട്ടിച്ചു നോക്കിയാൽ നമ്മൾ ഏറ്റവും അൺഡിസേർവിംഗ് ആയിട്ടുള്ള നമുക്ക് കർത്താവ് ചെയ്ത നന്മ വെച്ച് നോക്കിയാൽ അത്രയും ആ ഒരു 2 ദാസന്മാരുടെ ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതില് പാപക്ഷമ ലഭിച്ച കടത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച ഒരു വ്യക്തിക്ക് അതിലും കുറവ് കടത്തിന് മറ്റൊരാളെ ജയിലിലിടാൻ പറ്റും. അപ്പം നമുക്ക് ലഭിച്ച പാപക്ഷമ നമ്മൾ ഓർത്തു നോക്കിയാല് മറ്റൊരാളുടെ പാപം അത്ര പോലും ഇല്ലാതെ നമ്മളൊന്ന് റിയലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം one undeserving soul to another. I didn't deserve the forgiveness that Jesus gave me, so I'm ready to forgive another person, even though it was intentional or unintentional. I'm ready to forgive. And consider what was done for you rather than what was done to you. It's so easy to remember everything that was done to us. നമ്മളോട് ചെയ്ത കുറ്റങ്ങൾ, നമ്മളോട് ചെയ്ത തെറ്റുകൾ എണ്ണി പറയാൻ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളത് മനസ്സിൽ എഴുതി കുറിച്ച് ഡേറ്റ് സഹിതം, എനിക്കറിയാം, ടൈം ആൻഡ് ഡേറ്റ് സ്റ്റാമ്പ് വെച്ച് അതിങ്ങനെ എണ്ണി പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷെ ഇഫ് വി റിമെമ്പർ വാട്ട് ഗോഡ് ഹാസ് ഡൺ ഫോർ അസ്, ഇതൊന്നും അതിന്റെ മുമ്പിൽ ഒന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാവും. So you don't forgive another person. അവർ തെറ്റ് ചെയ്യാത്തോണ്ടല്ല നമ്മൾ forgive ചെയ്യുന്നത്. You forgive because you have been forgiven. നമ്മൾ പാപക്ഷമ ലഭിച്ചവരാണ്. And that should drive us to forgive somebody even though they don't deserve it. And forgiveness is a way of life. നമ്മുടെ ജീവിതത്തിലെ ആങ്കറും ബിറ്റർനെസ്സും കയറി വരാതിരിക്കണമെങ്കിൽ let that be a way of life to us. നമ്മൾ അതൊന്ന് ആ ഒരു രീതി നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൽ ഈ ആങ്കറും ബിറ്റർനെസ്സും ലോഡ്ജ് ആകാതിരിക്കാൻ നമുക്ക് വളരെ സൂക്ഷിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് എ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ഇൻ ദ ഫേസ് ഓഫ് ഹേർട്ട് ആൻഡ് ഡിസപ്പോയിന്റ്മെന്റ്. ഐ ടോൾഡ് യു, ലൈഫ് ഇസ് നോട്ട് ഓൾവേസ് കൈൻഡ്. പീപ്പിൾ ആർ നോട്ട് ഓൾവേസ് കൈൻഡ്. ആരും ചിലപ്പോൾ നമ്മളെ കൺസിഡർ ചെയ്യണമെന്നില്ല. ബട്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇഫ് വി ആർ ഏബിൾ ടു ഫോളോ ദിസ് പ്രിൻസിപ്പിൾ ഓഫ് forgiveness in every area of our life, it's a first line of defense. ഹേർട്ടും ഡിസപ്പോയിന്റ്മെന്റും നമ്മളെ കയറി അഫക്ട് ചെയ്ത് നമ്മുടെ ഹൃദയത്തെ ഞെരുക്കി നമ്മുടെ ഹാർട്ട് കണ്ടീഷൻസ് ബാഡ് ആക്കാതിരിക്കണമെങ്കിൽ forgiveness should be a way of life. And scripture doesn't describe forgiveness as a feeling. It's a decision. നമുക്ക് ചെയ്യണമെന്ന് തോന്നിയാ ചെയ്യാമെന്നുള്ളതല്ല. It's not നമ്മുടെ ഒരു തോന്നലല്ല, ഒരു ചിന്തയല്ല. It's a decision. We choose to forgive because we have been forgiven. Okay, so the next one is greed. How do you get over greed in your life? The only way to get over greed is by generosity. Give freely. Freely you have received, freely give. നമ്മൾ ഏൺ ചെയ്തു എന്നൊക്കെ നമ്മൾ പല കാര്യങ്ങളും പറയും. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാന്ന് പറയുന്നു. ഈ റിച്ച് ഫൂളിനോട് കർത്താവ് ദൈവം എന്തോ ചോദിച്ചായിരുന്നു. God said to him, you fool, this very night your soul is required of you, and now who will own what you have prepared? So is the man who lays up treasure for himself and is not rich towards God. So who will ആരിതെല്ലാം അനുഭവിക്കും? നമ്മൾ കൂട്ടി വെച്ചത്, നമ്മൾ തൊടാതെ സൂക്ഷിച്ചു വെച്ച ഇൻസ്ട്രുമെന്റ്സ്, നമ്മൾ തൊടാതെ സൂക്ഷിച്ചു വെച്ച നമ്മുടെ പൊസിഷൻസ്, നമ്മുടെ ഉടുപ്പുകള്, നമ്മൾ ഇങ്ങനെ ആരെയും കാണിക്കാതെ പാത്ത് വെച്ച് നമ്മൾ സൂക്ഷിക്കുന്ന നമ്മുടെ ഓരോ കൊച്ചു കുഞ്ഞുങ്ങൾ ചിലരെ കാണാം, ടോയ്സ് ഒക്കെ ആർക്കും കൊടുക്കാതെ. അതൊക്കെ ആരാ ഉപയോഗിക്കുന്നേ? ആൻസർ ഇസ് someone else. Someone else is going to use everything that you have hoarded for yourself. ദൈവത്തിന്റെ പ്രൊവിഷനിൽ ട്രസ്റ്റ് ചെയ്യാൻ കഴിയാതെ നമ്മൾ തന്നെ കാത്തു സൂക്ഷിച്ച് നമ്മൾ തന്നെ പൊതിഞ്ഞു വെക്കുന്ന സാധനങ്ങള് intended to go to someone else, not because we are generous, but because we don't need it yet. So give it away while we still have time. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, be generous while we still have time, or it will be taken away from us when our time runs out. So be generous, be free with what we have. And if God has blessed you with more than what you need, it's so that you can share your abundance with those who have need. നമ്മള് ചില കുഞ്ഞുങ്ങളെ കണ്ടുള്ളൂ, സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുത്തു വിടുന്നത് 2 ചപ്പാത്തി ആണെങ്കിൽ 1 ചപ്പാത്തി ആരുമില്ലാത്തൊരു കുട്ടിക്ക് കൊടുക്കാൻ കഴിയും. ചില സമയത്ത് എനിക്കറിയാം, ജോഷ്യം സ്കൂളിൽ പാത്രം എടുത്തോണ്ട് പോകാൻ മറന്നു പോകും, അല്ലെങ്കിൽ കാശെടുക്കാൻ മറന്നു പോകും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് there has been somebody who's willing to share their meal with them.
അപ്പം നമുക്കുള്ള അല്പം നമ്മൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ that is generosity. And embracing that simple truth, our generosity എന്നുള്ള ആ ഒരു simple truth will get rid of the greed in our heart and give from an abundance of money, possessions, time, love, compassion, care. എന്തെല്ലാം ഉണ്ട്. It's not just money. We have time. നമുക്ക് ഉള്ള ടൈം, നമ്മൾ ടൈം കൂടുതൽ ഉള്ളത് കൊണ്ടല്ല പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. We spend time with others because they need it. We love others because we want to love others. We want to share the love that God has given us. Be compassionate, be caring, be loving. Do whatever is in your means. Share whatever is with you with others. Not just money, but whatever you have, all your assets. And how do you confront jealousy in your heart? The only remedy for jealousy is celebration. Celebrate with others. Don't be jealous when somebody has something that you don't have. Because it's not, when we are envious, we are actually having the grudge with your creator. We are saying that God is the one who's owing you and you're holding a grudge against God. James 4 says, what causes fights and quarrels among you? Don't they come from your desires that battle within you? See, in the Bible we see Cain was jealous of Abel. Esau, ഏശാവിന് യാക്കോബിനോട് അസൂയായിരുന്നു. പിന്നീട് ആരാ? ജോസഫിന്റെ സഹോദരന്മാരിന് ജോസഫിനോട് അസൂയായിരുന്നു. ഹന്ന, പെനിന്, എല്ലായിടത്തും നമ്മൾ ആ അസൂയയുടെ പോര് കാണാം. So in almost every relational struggle that we have in life, jealousy plays a very important role. And James 4:2 says, you desire, but you do not have. So you kill, you covet, but you cannot get what you want. So what is James saying? James is saying, we see so many external conflicts, but you never see what is that internal conflict. You cannot get what you want. You do not have. That is internal conflict. ആ ഒരു ജലസിയിൽ നിന്നുകൊണ്ടാ we even go all the way out to kill somebody. നമ്മൾ ഫിസിക്കലായിട്ട് കിൽ ചെയ്യുന്നില്ലായിരിക്കാം, ബട്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് we kill people. We kill their heart, we kill their joy, we kill their ambitions. Why? Because we do not have. അതുകൊണ്ട്, because we didn't get our way. അതുകൊണ്ട് we cause conflicts in our relationship with others. And our desires and pleasures are not dealt with by continuously trying to satisfy them. What does that mean? The more you feed an appetite, the more it escalates in intensity. It is said that appetites grow with indulgence, not with neglect. When we see, who thinks more about food? Is it a starving person or is it a gluttonous person? Actually, both of them think about food. Just because a person has everything, that doesn't mean he doesn't think about it. Gluttons think just as much about food as starving people. So the more you feed an appetite, the more the intensity increases. So appetites neglect കൊണ്ടല്ല grow ചെയ്യുന്നത്. Appetite grows through indulgence. So instead of നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് അവർക്ക് തരാൻ പറ്റാത്തത് അവരോട് വീണ്ടും വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. നമ്മൾ ഈ വാക്യത്തിൽ കണ്ടതുപോലെ, യു ഡു നോട്ട് ഹാവ് ബിക്കോസ് യു ഡു നോട്ട് ആസ്ക് ഗോഡ്. ഹൂ ഇസ് ദ ഒറിജിനൽ ഗിവർ? ഇറ്റ് ഇസ് ഗോഡ്. അവിടെ പോയി ചോദിച്ചാലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ, അവിടെ പോയി ചോദിച്ചാലേ നമുക്ക് ഉത്തരങ്ങൾ കിട്ടത്തുള്ളൂ. സോ when we realize that we do not have what we want, മറ്റുള്ളവര് തരാൻ കഴിവില്ലാത്തവരോടല്ല നമ്മൾ അത് ചോദിക്കേണ്ടത്. ബട്ട് don't ask the wrong person, but ask the right person. How? Take our request, take our lack to the right person, to a heavenly Father. And it's not just അവരുടേത് എടുത്തു കളയണമെന്നല്ല നമ്മുടെ പ്രാർത്ഥന. നമുക്ക് വേണ്ടത് ദൈവം തരണേ എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ പ്രാർത്ഥന. And the Bible says, cast all your anxiety on him
because he cares for you. So once we have confessed to God our root problem, നമ്മുടെ പ്രോബ്ലം ഇതിനകത്ത് ഏതാ, നമ്മുടെ ഹാർട്ട് കണ്ടീഷൻ വേഴ്സ് ആക്കുന്ന ഇതിൽ ഏതാ, ഗ്രീഡ് ആണോ, ആങ്കർ ആണോ, ഗിൽറ്റ് ആണോ, ആങ്കർ ആണോ, ഗ്രീഡ് ആണോ, ജലസി ആണോ, ഇതിൽ ഏതൊക്കെ പ്രോബ്ലംസ് നമുക്കുണ്ടെന്ന് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ആങ്സൈറ്റീസ്, ആ ഡിസയേഴ്സ്, ആ ഒരു ഇൻസെക്യൂരിറ്റീസ്, ആ ഒരു നമ്മുടെ ചുറ്റുള്ള ആ ഗ്യാപ്പ്, അത് മുഴുവൻ ഇഫ് യു ആർ ഏബിൾ ടു കാസ്റ്റ് ഇറ്റ് ഓൺ ജീസസ്, if you are able to cast on him, he is able to do it because he cares for you. Because we are not looking to people to meet our needs, which only God can meet. That's why we are going wrong. ദൈവത്തിന് മാത്രം തരാൻ പറ്റുന്ന ഈ നന്മകള് we cannot expect people to give us. And ഈ ഒരു പാറ്റേണിലോട്ട്, ഈ ഒരു സൈക്കിളിലോട്ട് നമ്മുടെ ജീവിതം ഒന്ന് കയറി കഴിഞ്ഞാല് ഇറ്റ്സ് എ ന്യൂ പാറ്റേൺ ഇൻ ലൈഫ്. കൺഫെസ്, forgive, be generous and celebrate. ഈ ഓരോ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ എനിമിയെ ഓവർകം ചെയ്യാൻ തക്കോണം. Let's get into this repetitive cycle where we are able to confess, forgive, be generous and celebrate. Okay, I stop with this message. Thank you so much for listening to me. I hope it's a blessing for you.